നമസ്കാരം, എല്ലാവർക്കും പൈലറ്റ് ഓൺ വീൽസിലേക്ക് സ്വാഗതം. ഞാൻ ഈ ഒരു ലേറ്റ് ആയിട്ട് ഇത്ര ഒരു ഇരുട്ടി തുടങ്ങിയ സമയത്ത് ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം എൻ്റെ സ്വന്തം വണ്ടി ഞാനൊന്ന് പോളിഷ് ചെയ്ത് ഒന്ന് ഭംഗിയാക്കാൻ കൊടുത്തിരുന്നു. കാരണം കുറച്ച് പഴയ വണ്ടിയാണ്, ഒരു 3 കൊല്ലം ആയി ആ വണ്ടി വാങ്ങിച്ചിട്ട്. അപ്പോൾ അത് ഞാനൊന്ന് പോളിഷ് ചെയ്ത് കുറച്ചൊന്ന് കുട്ടപ്പനാക്കാൻ കൊടുത്തു. ഒരുപാട് സ്ഥലത്ത് കണ്ടു. കാരണം ഡീറ്റെയിലിംഗ് ഷോപ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ മുക്കിലും മൂലയിലും ഓരോ ഡീറ്റെയിലിംഗ് ഷോപ്പ് ഉണ്ട്. അപ്പം ഞാനതിങ്ങനെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിൽ പോയി. കഴിഞ്ഞ ദിവസം MGയിൽ വരെ ഞാൻ പോയി എവിടെയാണ് നല്ലതെന്നൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും പോയി അവസാനം ഒരു ബ്രൈറ്റ്മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഡീറ്റെയിലിംഗ് ഷോപ്പ് പുതിയതാണ്. ഞാൻ അവിടെ പോയിട്ടാണ് എൻ്റെ വണ്ടി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്തു തരണം. അപ്പോൾ എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ ശരി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് മിനിഞ്ഞാന്ന് വണ്ടി കൊടുത്തത്. അത് ഒരു 2 ദിവസമായി. ഇപ്പം ഇന്നൊരു വൈകുന്നേരം ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് അവരെനിക്ക് ഫോട്ടോ അയച്ചത്. ഐ വാസ് റിയലി ഹാപ്പി. എൻ്റെ മെസ്സേജ് തന്നു, പണി കഴിഞ്ഞു, എന്നാൽ വണ്ടി വന്ന് എടുത്തോളാൻ പറഞ്ഞ് അവരെനിക്ക് തന്നതാണ്. എൻ്റെ കാർ റെഡ് കളറാണ്. സോ സൂപ്പർ വർക്കാണ്. എനിക്ക് ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. നാളെ എടുക്കാമെന്ന് ആദ്യം വിചാരിച്ചു, പക്ഷേ വേണ്ട, ഇന്ന് തന്നെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അങ്ങോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അവിടെ പോയി വണ്ടി എനിക്കൊന്ന് കണ്ട്, കാരണം കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവനാണ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പോലുള്ള മനസ്സിലാണ് ഞാൻ അങ്ങോട്ട് പോവാണ്. നമുക്ക് ആ വണ്ടി കാണാൻ. ഞാൻ ബ്രൈറ്റ്മേക്കേഴ്സിലേക്ക് എത്തുകയാണ് ഇപ്പോൾ. ബ്രൈറ്റ്മേക്കേഴ്സ് ഉള്ളത് എടപ്പള്ളിയിലാണ്, കൊച്ചി എടപ്പള്ളിയിൽ ലുലുവിൻ്റെ അവിടുന്ന് സൈഡിലൂടെ ലുലു കഴിഞ്ഞിട്ട് ഒരു സർവീസ് റോഡ്, ലുലുന്ന് അങ്ങോട്ട് ചെരാനല്ലൂർക്ക് പോകുന്ന വഴിക്ക് സർവീസ് റോഡ്, പാലത്തിൻ്റെ അടിയിൽ സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ അടിയിലാണ്. കുറച്ച് മെയിൻ റോഡിൽ നിന്ന് മാറിയാണ്. ദിസ് ഈസ് ദ പ്ലേസ്. എന്തൊരു തിരക്കാണ് ഇവിടെ, നല്ല തിരക്കുണ്ടല്ലേ. ഇവിടെയാണ് എൻ്റെ സ്വന്തം റാപ്പിഡ് ഞാൻ ഡീറ്റെയിലിങ്ങിന് കൊടുത്തിരിക്കുന്നത്, പോളിഷ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് ബ്രൈറ്റ്മേക്കേഴ്സിൻ്റെ എല്ലാമായ രാജീവേട്ടനാണ് ഇവിടെ ഉള്ളത്. രാജീവേട്ടൻ നമസ്കാരം. എനിക്ക് നിങ്ങൾ ഫോട്ടോ അയച്ചു തന്നു. ഫോട്ടോ അയച്ചു തന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നാളെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഇന്ന് തന്നെ എടുത്തിട്ട്, കാരണം ഫോട്ടോ കാലക്കി. അപ്പോൾ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് അങ്ങ് എടുത്തുകൊണ്ട് പോകാമല്ലോ എന്ന് ഓർത്ത്. രണ്ട് ദിവസമായുള്ളൂ അല്ലേ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെയാണോ ആദ്യത്തെ വണ്ടി? ആദ്യത്തെ നമ്മുടെ അല്ല, ആണോ? മൂന്നാമത്തെ വണ്ടി. സോ ഇത് ഏകദേശം 3 കൊല്ലമായി എൻ്റെ വണ്ടി എടുത്തിട്ട്. രാജീവേട്ടൻ ഇതിനകത്ത് ചെയ്തത് നോർമൽ പോളിഷിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പെയിൻറ്റ് പ്രൊട്ടക്ഷൻ അതാണ് ചെയ്ത്. പിന്നെ എൻ്റെ അടിയിലത്തെ ഈ ബീഡിങ് ഇപ്പോൾ ബമ്പർ ലിപ്പ് ഇപ്പോൾ ഫിറ്റ് ചെയ്തതാണ്. ബമ്പർ ലിപ്പ്. പിന്നെ എന്തൊക്കെയാ ചെയ്തത്? ഡോർ ബീഡിങ്, ഡോറിന്റെ ഉള്ളിലേക്ക് സൗണ്ട് വരണ്ട വെച്ചിട്ട്, ഡോറിന്റെ സൗണ്ട് കട്ട് ചെയ്യാനായിട്ട്, പുറത്തുനിന്നുള്ള സൗണ്ട് കട്ട് ചെയ്യാനായിട്ട് ഈ ബീഡിങ്ങും ചെയ്തു. സോ ഇതെല്ലാം ചെറിയ വർക്കാണ്, അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ ചെയ്തതെല്ലാം വളരെ സിമ്പിൾ, നോർമൽ, ഗുഡ് വർക്ക്സ്. അത് ബാക്കിലും ചെയ്തിട്ടുണ്ട് നമ്മള്. പക്ഷെ ഒരു കാര്യം പറയാം, പുറമേയുള്ള സൗണ്ട് ഉള്ളിലേക്ക് വരും ചെയ്യില്ല. അപ്പൊ നമ്മളുടെ സൗണ്ട് ക്ലാരിറ്റി, ഓഡിയോ ക്ലാരിറ്റി കുറച്ചും കൂടി, അതായത് റോഡ് നോയ്സ് കയറില്ല. അതാണ് ഇതിന്റെ മെയിൻ കാര്യം. പക്ഷെ ഇതിന്റെ പെയിന്റ് ഒരു ഫിനിഷ് ഗംഭീരമായിട്ടോ. കാരണം ഞാൻ ഇതിവിടെ കൊണ്ട് തരുമ്പോഴേ 3 കൊല്ലമായി വണ്ടി റെഡൊക്കെയാണ്, ചെറുതായിട്ട് മങ്ങി തുടങ്ങിയായിരുന്നു. പിന്നെ അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. സ്ക്രാച്ചും ഉണ്ടായിരുന്നു അല്ലേ, അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മാറ്റി എന്നെ പുതു മണവാട്ടി പോലെ എൻ്റെ സ്വന്തം മണവാട്ടി എനിക്ക് കിട്ടി. ഞാൻ ഇതുകൊണ്ട് പൊക്കോട്ടെ. ശരി, അപ്പോൾ താങ്ക് യു. നമുക്കിനി ബില്ലിങ്ങിലേക്ക് പോവാം. അത് വേണ്ട. താങ്ക് യു.